ഈ രാഹുലിൻ്റെ ഡ്രൈവറിനെ ബാംഗ്ലൂരിൽ എത്തിച്ച ഡ്രൈവറാണല്ലോ കസ്റ്റഡിയിലായിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകയിലേക്ക് തന്നെ കടന്നിട്ടുണ്ട് എന്നുള്ള സൂചനയല്ലേ ഇതിൽ നിന്ന് ലഭിക്കുന്നത്? നിലവിൽ ഇപ്പോൾ ഈ ഡ്രൈവർ എന്നതിനപ്പുറത്തേക്ക് ദിലീപ് കുമാർ, നമുക്ക് ഈ SITയിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ രാഹുൽ മാങ്കൂട്ടത്തിനായി ബാംഗ്ലൂർ നഗരം കേന്ദ്രീകരിച്ച് വ്യാപക തിരച്ചിൽ SIT നടത്തിയിരുന്നു. SITയുടെ 3 ടീമുകളായിട്ടായിരുന്നു പരിശോധന നടത്തിയത്. കർണാടകയിൽ തന്നെ SITയുടെ 2 ടീമുകൾ ഉണ്ടായിരുന്നു. ശേഷം ഈ കോയമ്പത്തൂരുള്ള ഒരു ടീമിനെ കൂടി ഇന്ന് കർണാടകയിലേക്ക് വിളിപ്പിച്ചു, അല്ലെങ്കിൽ കർണാടക കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്ക് വിളിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ കർണാടകയിൽ തന്നെ രാഹുൽ ഉണ്ട് എന്നുള്ള കാര്യം അത് ഉറപ്പിച്ചുകൊണ്ടുള്ള പരിശോധന, അത് ഉറപ്പിച്ചുകൊണ്ടുള്ള അന്വേഷണം അത് SITയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു സ്ഥലത്ത് നിന്ന്, അത് ഈ ഒരു അതിർത്തി പ്രദേശം എന്നാണ് പറയുന്നത്, അതിർത്തി പ്രദേശത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് രാഹുലിനെ എത്തിച്ചിട്ടുള്ള ഡ്രൈവർ, ഇയാൾ ആരോ ഏർപ്പാടാക്കിയ ഡ്രൈവർ എന്നുള്ളതാണ് SITയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അത് തേടാനുള്ള നീക്കത്തിലാണ് SIT. ഇയാളെ ചോദ്യം ചെയ്തു. മാത്രമല്ല, ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിനകത്തൊരു നേരിട്ട് കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ SIT വിലയിരുത്തുന്നില്ല. പകരം ഇയാൾ ആരോ ഏർപ്പാടാക്കി രാഹുലിന് വേണ്ടി കൊടുത്തൊരാൾ എന്ന രീതിയിൽ തന്നെയാണ്. രാഹുലിനൊപ്പം ചിലർ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കണം, അത് ആര് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കണം. ഏതായാലും ബാംഗ്ലൂർ നഗരത്തിന്റെ ഔട്ടർ റേഞ്ചുകളിൽ എവിടെയെങ്കിലും രാഹുൽ ഉണ്ടോ എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ SIT അന്വേഷിക്കുന്നത്. ആ അന്വേഷണം ഇന്നും തുടരും. 3 സംഘങ്ങളായി തിരിഞ്ഞ് ബാംഗ്ലൂർ നഗരം കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനയും അന്വേഷണം ഇപ്പോൾ SIT നടത്തുന്നുണ്ട്. ദിലീപ് കുമാർ. ഷഫീദ്, ഇന്ന് കോടതിയിൽ മുൻകൂർ ജാമ്യം സംബന്ധിച്ച വാദം തുടരുകയാണല്ലോ. അല്പസമയത്തിനകം കോടതി ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായിരിക്കും സാധ്യതകൾ? കോടതി വിധിയെ സംബന്ധിച്ചല്ല, ഏതായാലും കോടതിയിൽ നടക്കാനിടയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്. ഇന്നത്തേക്ക് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കൂടുതൽ വാദം കേൾക്കാൻ മാറ്റിയത് തന്നെ പ്രോസിക്യൂഷൻ കൂടുതൽ വിവരങ്ങൾ ഇക്കാര്യത്തിൽ ഹാജരാക്കണമെന്ന് കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നുകൂടി വാദം കേൾക്കാനായി മാറ്റിയത്. ഇന്ന് പ്രോസിക്യൂഷൻ പുതിയ ചില കാര്യങ്ങൾ കോടതിയിൽ ഹാജരാക്കും. പ്രത്യേകിച്ച് രാഹുൽ തുടർച്ചയായിട്ട് ഇത്തരം കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും പരാതി ഉണ്ടെന്നും വ്യക്തമാക്കാൻ നിലവിൽ ഇപ്പോൾ പോലീസ് ഇന്ന് രാവിലെ നമ്മൾ പുറത്തുവിട്ട FIR ഉണ്ട്. ആ FIR, പോലീസ് രജിസ്റ്റർ ചെയ്ത FIR, അത് ഔദ്യോഗികമായി തന്നെ കോടതിക്ക് മുൻപിലേക്ക് പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന ഇത് ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണെന്നും കൂടുതൽ പരാതികൾ ഇതേ സംഘം തന്നെ, അതായത് അതിജീവിത ലൈംഗികമായി പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട സംഘം തന്നെ അന്വേഷിക്കുന്നു, ആ അന്വേഷണം നടത്തുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കോടതിയിൽ ധരിപ്പിക്കുകയാകും ഇന്ന് പ്രോസിക്യൂഷൻ ലക്ഷ്യം വെക്കുന്ന കാര്യം. അതേസമയം ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെ കോടതി വിശദമായി പരിശോധിച്ചിരുന്നു. ഇരു വിഭാഗവും സമർപ്പിച്ചിട്ടുള്ള ഡിജിറ്റൽ രേഖകൾ പരിശോധിച്ചിരുന്നു. ഒരു പക്ഷേ ചില ആശുപത്രി വിവരങ്ങൾ കൂടി കൂടുതലായി പ്രോസിക്യൂഷൻ കോടതിയിൽ കൊണ്ടുവന്നേക്കാം, കോടതിയിൽ സമർപ്പിച്ചേക്കാം. ഏതായാലും ഇന്ന് നമ്മൾ ഇക്കാര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം മറ്റു ഹിയറിംഗുകളൊക്കെ പൂർത്തിയാക്കിയതാണ്. ഇനി അഡീഷണൽ ഹിയറിംഗ് മാത്രമാണ് ഉള്ളത്. അതിനുശേഷം ഒരു പക്ഷേ ഇന്ന് തന്നെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞേക്കും. ദിലീപ് കുമാർ. ഷഫീദ്, ലൈനിൽ തുടരുക. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡ്രൈവർ കസ്റ്റഡിയിൽ, രാഹുലിനെ ബാംഗ്ലൂരിലെത്തിച്ച ഡ്രൈവർ കസ്റ്റഡിയിൽ എന്നുള്ള വാർത്തയാണ് ഷഫീദ് റാവുത്തർ നൽകിയിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്തത് പ്രത്യേക സംഘമാണ്. ബംഗളൂരുവിൽ വ്യാപക തെരച്ചിൽ നടത്തി. രാഹുൽ മാങ്കൂട്ടത്തിനായി പുലർച്ചെ വരെ തെരച്ചിൽ തുടർന്നു എന്ന കാര്യമാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്ത. നിർണായകമായ വഴിത്തിരിവ് അന്വേഷണത്തിൽ ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമല്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എവിടെയാണ് എന്നത് സംബന്ധിച്ച കാര്യം അജ്ഞാതമായി തന്നെ തുടരുകയാണ്. പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകാനിടയുള്ള സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. ഇന്ന് പുലർച്ചെ വരെ ഇത് സംബന്ധിച്ച തെരച്ചിൽ നീണ്ടുവെന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത്. ബംഗളൂരുവിലെ പല കേന്ദ്രങ്ങളിലും, രാഹുൽ മാങ്കൂട്ടത്തിൽ എത്താനിടയുള്ള പല കേന്ദ്രങ്ങളിലും പോലീസ് വലിയ തോതിലുള്ള തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ ബംഗളൂരുവിലെത്തിച്ച ഡ്രൈവർ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്ന വാർത്ത ഷഫീദ് റാവുത്തർ നൽകുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട വാർത്ത. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരായിട്ടുള്ള അന്വേഷണത്തിൽ അത് നിർണായകമാകുമോ എന്നത് സംബന്ധിച്ച് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ബംഗളൂരുവിലേക്കാണ് എത്തിച്ചത് എന്നത് സംബന്ധിച്ച സൂചന തന്നെയാണ് ഇപ്പോൾ ഈ അറസ്റ്റ് കസ്റ്റഡിയിലൂടെ ലഭ്യമാകുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും നിമിഷങ്ങളിൽ, വരും മിനിറ്റുകളിലൊക്കെ നൽകാൻ കഴിയും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നു. ഡ്രൈവർ കസ്റ്റഡിയിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ ബംഗളൂരുവിലെത്തിച്ച ഡ്രൈവർ കസ്റ്റഡിയിൽ എന്നതാണ്. ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസുകളിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്കായി തിരച്ചിൽ ശക്തമായി തുടരുകയാണ്. രാഹുലിനെ ബംഗളൂരുവിലെത്തിച്ച ഡ്രൈവറെയാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് എന്ന വിവരം കൂടി വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.